ഹായ് ഹലോ, അപ്പോൾ മലയാളം റീപ്പർ ട്യൂട്ടോറിയലിൻ്റെ 8ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SWS എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷനെ പറ്റിയിട്ടാണ്. ഈ എക്സ്റ്റൻഷൻ തേർഡ് പാർട്ടിയാണ്. ഈ എക്സ്റ്റൻഷൻ ഫ്രീ ആണ്. നമുക്ക് ഈ എക്സ്റ്റൻഷൻ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എക്സ്റ്റൻഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം SWS-extensions.org എന്ന് പറഞ്ഞ സൈറ്റിൽ വരിക. ഈ സൈറ്റിൽ വന്നതിന് ശേഷം നമുക്ക് കാണാം ഡൊണേറ്റ്. അതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഞാനിപ്പോൾ മാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാക് OSനുള്ളത് X32, X64, ARM64 എന്നുണ്ട്. പിന്നെ നിങ്ങൾ M1 മാക്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ARM64 എന്ന് പറഞ്ഞാൽ ഈ വെർഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതുപോലെ വിൻഡോസിൽ 32 ബിറ്റാണ് നിങ്ങളുടെ വിൻഡോസ് എങ്കിൽ നിങ്ങൾ 32 ബിറ്റ് ഡൗൺലോഡ് ചെയ്യുക. 64 ആണെങ്കിൽ 64 തന്നെ എടുക്കുക. ലിനക്സ് യൂസേഴ്സിനും അതുപോലെ തന്നെ ഉണ്ട്. X32 ഡൗൺലോഡ് ചെയ്യാണ്. മാക്കിലാണെങ്കിൽ ഇങ്ങനൊരു വിൻഡോ വരും. അവിടെ എഗ്രി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വിൻഡോയിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ എങ്ങോട്ടാണ് കോപ്പി ചെയ്തിടേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ മാനുവലി ആണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. റീപ്പർ SWS i386dylib എന്നുള്ള ഈ ഫയൽ നമ്മൾ ഈ യൂസർ പ്ലഗിൻ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ അകത്താണ് കൊണ്ടിടേണ്ടത്. അപ്പോൾ അത് എവിടെയാണെന്ന് വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഫോളോയിങ് ലൊക്കേഷനിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്തിടുക. എന്നാൽ മാത്രമേ ഈ എക്സ്റ്റൻഷൻ വർക്ക് ആവുള്ളൂ. അതിനുശേഷം അപ്പോൾ നിങ്ങളുടെ SWS എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീപ്പർ റീസ്റ്റാർട്ട് ചെയ്തതിന് കഴിയുമ്പോൾ എക്സ്റ്റൻഷനകത്ത് വരുമ്പോൾ SWS എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിങ്ങനെ കാണാൻ പറ്റുന്നതാണ്. അതിനർത്ഥം അത് ഇൻസ്റ്റാൾ ആയി എന്നാണ്. അപ്പോൾ ഇനി അടുത്തത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോ കളർ ഐക്കൺ ലേഔട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അതായത് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ടെംപ്ലേറ്റ്സ് ആയിട്ട് കാണാം. ഇതെല്ലാം ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് റൂൾസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മിക്സിങ്ങിൻ്റെ സമയത്താണ് ഇത് കൂടുതൽ യൂസ് ആവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ട്രാക്സിനെ കളർ കോഡ് ചെയ്ത് മാറ്റി വെക്കാനായിട്ടാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത്. എന്ത് നെയിം കൊടുക്കുമ്പോഴാണ് കളർ ചെയ്യേണ്ടത്, എന്ത് കളർ കൊടുക്കേണ്ടത്, ഏത് ഐക്കൺ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ട്രാക്കിനാണോ കൊടുക്കേണ്ടത് അതോ മാർക്കറിനാണോ റീജിയനാണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫിൽട്ടർ ഏത് ടൈപ്പ് ഓഫ് ട്രാക്സിനാണ്, അതായത് ഏത് ട്രാക്കിനും ബോക്സിന് പേരുള്ള എല്ലാ ട്രാക്കിനും അങ്ങനെ സെയിം കളർ കോഡിങ് കൊടുക്കണോ ഐക്കൺ കൊടുക്കണോ എന്നുള്ളതാണ്. ഫോൾഡർ ആയിട്ടുള്ളൊരു ബോക്സ് ട്രാക്കിന് മാത്രം ഈ പറഞ്ഞ റൂൾസ് അപ്ലൈ ചെയ്താൽ മതിയോ. ചിൽഡ്രൻ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോൾഡർ ആക്കി കഴിയുമ്പോൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ അതിന് താഴെ വരുന്ന സബ് ട്രാക്സ് ആണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അതുകൂടാതെ റിസീവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സെൻഡ് ചെയ്തത് റിസീവ് ചെയ്യുന്ന ട്രാക്കിന് മാത്രം മതിയോ. പിന്നെ മാസ്റ്റർ ട്രാക്കിന് കൊടുക്കാം, റെക്കോർഡ് ആംഡ് ആയിട്ടുള്ള വോക്കൽ ട്രാക്കിന് കൊടുക്കാം, പിന്നെ VCA മാസ്റ്റർ, അങ്ങനെ ഇത്രയും ട്രാക്സിനാണ് കൊടുക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഇനി തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഈ റൂൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് പുതിയ റൂൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് ബോട്ടത്തിൽ ആഡ് റൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക ആദ്യം. അപ്പം 18ാമത്തെ റൂളാണിത്. അപ്പോൾ ഇത് ട്രാക്കിനാണെങ്കിൽ എന്താണ് അതിന് പേര് കൊടുക്കേണ്ടത്, എന്ത് കീവേഡിനാണ് ഫിൽട്ടർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. ഞാൻ ഇവിടെ ക്ലാപ്പ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ക്ലാപ്സ് എന്നുള്ളതിന് ഞാൻ ഇതുവരെ ഫിൽട്ടർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ക്യാപിറ്റലാണോ സ്മോൾ ലെറ്റർ ആണോ അത് പ്രശ്നമല്ല. ക്യാപ്സ് ആണെങ്കിലും സ്മോൾ ആണെങ്കിലും ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. അതിന് ശേഷം ഇവിടെ കളർ കൊടുക്കാം. കളർ ഇപ്പം നണ്ണാണ്. നമുക്കിത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കളർ പാലറ്റ് വന്നു. ഈ കളർ പാലറ്റിൽ നമ്മൾ ഏത് കളറാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് പ്രീസെറ്റ്സ് ആയിട്ട് നമുക്കിവിടെ കാണിക്കും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ നമുക്ക് കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നമുക്കൊരു യെല്ലോ കൊടുക്കാം. അതിന് ശേഷം ഐക്കൺ ഏത് കൊടുക്കണം എന്നാണ്. അപ്പം നമ്മൾ ഈ ഐക്കൺ എന്നുള്ള കോളത്തിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ഐക്കൺ കൊടുക്കുക. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റിയും കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഐക്കൺ സെലക്ട് ചെയ്യാണ്. ഇതുപോലുള്ള ഐക്കൺസ് നമുക്ക് കസ്റ്റം ക്രിയേറ്റ് ചെയ്തും ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സൈസിലായിരിക്കണം എന്നേ ഉള്ളൂ. ഫയലിൻ്റെ റെസൊല്യൂഷൻ സൈസൊക്കെ ക്യാൻവാസ് സൈസൊക്കെ ഇത്രയും വരാവുള്ളെന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ക്ലാപ്പ് എന്നുള്ളതിന് ഞാൻ ഈ ഡ്രം ബോക്സിൻ്റെ ഒരു പടം കൊടുക്കുകയാണ്. അത് ഓപ്പൺ കൊടുത്തു. അപ്പോൾ അത് അവിടെ ലോഡായിട്ടുണ്ട്. അതുപോലെ കളറിൻ്റെ കോഡും നമുക്കിവിടെ കാണാം. ഇനി ഞാൻ ഇവിടെ ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇതിന് ഞാൻ ക്ലാപ്സ് കൊടുക്കുകയാണ്. ക്ലാപ്സ് കൊടുക്കുമ്പോഴേക്കും തന്നെ ട്രാക്കിന് കളറും വന്നു, ഐക്കണും ലോഡായിട്ടുണ്ട്.
അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. പ്രത്യേകിച്ച് മിക്സിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് വളരെ ഉപയോഗമുള്ളൊരു ഫീച്ചറാണ്. ഇത് റീപ്പറിൽ ഇൻബിൽറ്റ് ആയിട്ട് ഇല്ലാത്തൊരു ഫീച്ചറും കൂടെയാണ്. അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സാണ് നമുക്ക് ഈ എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രാക്കിൻ്റെ നെയിം അറേഞ്ച് ചെയ്ത കൂട്ടത്തിൽ തന്നെ കളർ കോഡഡും ഐക്കണും വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ടൈം അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിത് ട്രാക്ക് എന്നുള്ളത് മാറ്റിയിട്ട് ഇനി മാർക്കർ എന്നുള്ളത് കൊടുത്ത് കാണിക്കാം. മാർക്കർ എന്നുള്ളത് വരുമ്പം ക്ലാപ്പിൻ്റെ പോയി. ഇപ്പോൾ ട്രാക്കിൽ ഇപ്പം നമ്മൾ ക്ലാപ്സ് എഴുതി കഴിഞ്ഞാൽ കളർ ഐക്കണോ അപ്ലൈ ആവില്ല. കാര്യം നമ്മളിവിടെ റൂൾസ് മാറ്റി. ഇനി നമുക്ക് മാർക്കറിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ മാർക്കർ ഇടുകയാണ്. അതിനെ ഞാൻ റിനെയിം ചെയ്തിട്ട് ക്ലാപ്സ് എന്നാക്കി. ഇതാ അവിടെ കളറും വന്നു, ഐക്കൺ വരില്ല. കാര്യം മാർക്കറിൽ ഐക്കൺ വരില്ല, പക്ഷേ കളർ ലോഡായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് റീജിയൻ കൊടുക്കാം. റീജിയൻ വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ റീജിയൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഇവൻറ്റിനെ നമ്മൾ ഷോർട്ട് കട്ട്സ് കസ്റ്റമൈസ് ചെയ്യുന്ന ഈ വിൻഡോയിൽ വരും. അതിനുശേഷം ക്രിയേറ്റ് റീജിയൻ ഫ്രം സെലക്റ്റഡ് ഐറ്റം എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് നമ്മുടെ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ടാണ് ഈ റീജിയൻ എന്ന് പറയുന്നത്. ഈ ക്ലിപ്പിൽ നിന്നാണ് നമ്മൾ ഈ റീജിയൻ ക്രിയേറ്റ് ചെയ്തത്. ആ ക്ലിപ്പിൻ്റെ പേര് തന്നെയാണ് ആ റീജിയനും വന്നേക്കുന്നത്. നമുക്ക് റിനെയിം ചെയ്യാൻ പറ്റുന്നതാണ്. എഡിറ്റ് റീജിയൻ കൊടുത്ത് ഇപ്പോൾ ഇൻട്രോ എന്ന് കൊടുക്കുകയാണ്. ഇൻട്രോ എന്ന് കൊടുത്തു. അതല്ലാതെ അത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ മാനേജറുണ്ട്. നമ്മളിപ്പം സെയിം സ്ഥലത്ത് തന്നെയാണ് ക്ലാപ്സും കൊടുത്തത്. മാർക്കർ ഇവിടെ M1 എന്നും റീജിയൻ R1 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ആ കളറിൻ്റെ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്ലാപ്സിന് മാറ്റി കൊടുക്കാം. ഓക്കെ കൊടുത്താൽ അപ്ലൈ ആവുള്ളൂ. അപ്പോൾ ക്ലാപ്സ് എന്നുള്ളത് നമ്മൾ ഒരു പിങ്ക് കളറാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെയും ഇൻട്രോയുടെയും കളർ മാറ്റിയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബ്ലൂയിലേക്ക് ആക്കി. ഇനി ക്ലാപ്സ് എഴുതി നോക്കാം. ഇത് അവിടെ യെല്ലോ കളർ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഓട്ടോ കളർ എന്ന് പറഞ്ഞ ഫീച്ചർ ട്രാക്കിനും മാർക്കറിലും റീജിയനിലുമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഞാൻ വോക്സ് എന്ന് പറഞ്ഞ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു റൂളാണ്. അപ്പോൾ വോക്സ് എന്ന് പറഞ്ഞ ട്രാക്കിന് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. വോക്സ് ഞാൻ V ക്യാപിറ്റലും ബാക്കി സ്മോളിലും എഴുതി. വോക്സിന് കളർ കോഡ് വന്നു കഴിഞ്ഞു, ഐക്കണും. ഇനി ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഇവിടെ ഫോൾഡറിന് മാത്രം മതിയെന്ന്. ഇപ്പോൾ ക്ലാപ്സ് എന്ന് പറഞ്ഞ ട്രാക്ക് ഉണ്ടെങ്കിൽ അതിന് ഐക്കണും കളറും വരില്ല. നേരെ മറിച്ച് അതൊരു ഫോൾഡർ ആക്കുകയാണ്. അതിലിപ്പോൾ അതിൻ്റെ താഴെ ഞാനൊരു പുതിയ ട്രാക്ക് കോഡ് ഉണ്ടാക്കി. അതിനുശേഷം ഇതിനെ സ്റ്റാക്ക് ചെയ്തു. ഇതൊരു ഫോൾഡറായി. അപ്പോൾ ഇപ്പോൾ ഇതിന് കളറും വന്നു, ഐക്കണും വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഫോൾഡർ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് പഴയത് പോലെ തന്നെ ഒരു ക്ലാപ്സ് എന്ന് പറഞ്ഞ ട്രാക്കും താഴെ ഒരു ബ്ലാങ്ക് ട്രാക്കുമാണ്. നമുക്കിനി ചിൽഡ്രൻ എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഈ ബ്ലാങ്കിനെ നമുക്ക് മെയിൻ ട്രാക്കാക്കി അതിൻ്റെ താഴെ സ്റ്റാക്ക് ചെയ്യാം. അപ്പോൾ ഇതാ സ്റ്റാക്ക് ചെയ്ത ഫോൾഡറിന് ക്ലാപ്സിൻ്റെ പേര് സ്റ്റാക്ക് ചെയ്ത എല്ലാ ഫോൾഡറും ഈ കളറും ഇതും വരുന്നതായിരിക്കും. ഇനി ഇവിടെ റിസീവ് എന്ന് കൊടുക്കാം. അതിനുശേഷം ട്രാക്ക് ചെയ്ത് നമ്മൾ ഈ ട്രാക്കിലേക്ക് ഇട്ടു. അപ്പോൾ ഈ ട്രാക്കിലേക്ക് ഈ ക്ലാപ്സ് എന്ന് എഴുതിയേക്കുന്ന ട്രാക്കിൽ ഇവിടുന്ന് സിഗ്നൽ റിസീവ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ട്രാക്കിൽ നിന്ന് സിഗ്നൽ റിസീവ് ചെയ്താൽ മാത്രമേ ഇതിന് കളർ കോഡും ഐക്കണും വരുള്ളൂ. അപ്പോൾ അതാണ് റിസീവ് എന്നുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് മാറ്റിയിട്ട് റെക്കോർഡ് ആംഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് റെക്കോർഡ് ആം ചെയ്യുമ്പോൾ മാത്രം കളർ കോഡ് വരുള്ളൂ. ക്ലാപ്സ് എന്ന പേരുള്ള റെക്കോർഡ് ആം ചെയ്ത ട്രാക്കിന് മാത്രമേ കളറും ഐക്കണും വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കളർ കോഡും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു റൂള് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റൂള് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിമൂവ് കൊടുക്കാം. അപ്പോൾ ആ റൂൾ ഇനി അപ്ലൈ ആവില്ല. ഇത് നമ്മളെപ്പോൾ ഏത് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്താലും ഈ പറഞ്ഞ റൂൾസ് എല്ലാം അപ്ലൈ ആവുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ കളർ ഐക്കൺ ലേഔട്ട് എന്ന് പറഞ്ഞ ഈ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ട്രാക്ക് കോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യാം. റീജിയൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Shift സിമ്പിൾ ക്ലിക്ക് ചെയ്യുക കീബോർഡിൽ. അതിനുശേഷം ക്രിയേറ്റ് റീജിയൻ ഫ്രം സെലക്റ്റഡ് ഐറ്റം എന്ന് കൊടുക്കുക. അപ്പോൾ ആ പേര് തന്നെ ഒരു റീജിയൻ ക്രിയേറ്റ് ആയി. ഇനി ഇതിന് നമുക്ക് ഒരു പേര് കൊടുക്കാം. ബീറ്റ്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിന് ഈ ഒരു ഫയലിനെ ഈ ഒരു റീജിയൻ്റെ അകത്തുള്ള എത്ര ട്രാക്ക് ഉണ്ടോ അതിനെല്ലാം കൂടി സമ്മായിരിക്കും റീജിയൻ റെൻഡർ ചെയ്യുന്നത്. പല സെഗ്മെൻ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പല റീജിയൻ ആയിട്ട് നമുക്ക് ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ വെച്ചതിന് ശേഷം ബാച്ചായിട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റൻഷനിൽ ഓട്ടോ റെൻഡർ ബാച്ച് റെൻഡർ റീജിയൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആ ലൊക്കേഷനിലേക്ക് റെൻഡർ ആയിട്ടുണ്ട്. ബീറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതാണ് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. എന്താ അതിൻ്റെ വേവ് ഫോം നമുക്കിവിടെ കാണാം. ഇതുപോലെ നമുക്ക് പല റീജിയൻ ഉണ്ടെങ്കിൽ ആ റീജിയൻ്റെ എല്ലാം പേരിൽ നമുക്ക് ഒന്നിച്ച് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഓട്ടോ റെൻഡർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് എഡിറ്റ് പ്രൊജക്റ്റ് മെറ്റാഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എഡിറ്റ് പ്രൊജക്റ്റ് മെറ്റാഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ മെറ്റാഡേറ്റയാണ് നമ്മളിതിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മ്യൂസിക് ആണെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേരുണ്ടാവും. അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ എൻ്റെ പേര് കൊടുക്കുകയാണ്. ആൽബം ഇപ്പോൾ ഞാൻ സിംഗിൾ എന്ന് കൊടുക്കുകയാണ്. സിംഗിൾ ആൽബം ആയിരിക്കും. സിംഗിൾ ട്രാക്ക് ഉള്ളെങ്കിൽ നമ്മൾ സിംഗിൾ എന്നാണ് പറയുന്നത്.
പിന്നെ ഉള്ളത് ജോണർ എന്നാണ്. ജോണർ എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ മ്യൂസിക് വരുന്നതെന്നുള്ളതാണ്. അപ്പം ഓരോ ടൈപ്പ് മ്യൂസിക്കിനും ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ പോപ്പ് എന്ന് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഏത് ഇയറിലാണ് നമ്മളിത് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്കവിടെ കൊടുക്കാം. പിന്നെ എന്തെങ്കിലും നമുക്ക് കമൻ്റായിട്ട് തന്നെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ കമൻ്റ് തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം ഉള്ളത് റെൻഡർ പാത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് റെൻഡർ ചെയ്യുന്ന ഫയൽസ് എല്ലാം ഏത് പാത്തിലേക്ക് പോകണം എന്നാണ്. അപ്പം ടെസ്റ്റ് 1 2 3 എന്നുള്ള ഇവിടെ ഞാൻ ഓക്കെ കൊടുത്തു. ഇനി ഈ പ്രൊജക്റ്റിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഫയൽസ് എല്ലാം ഈ ഒരു പ്രൊജക്റ്റ് ഡേറ്റയോട് കൂടിയായിരിക്കും എക്സ്പോർട്ട് ആകുന്നത്. ഇപ്പോൾ ഓഡിയോ ഫയൽസ് ആയാലും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പം ഈ ഡേറ്റാസ് അതിൻ്റെ അകത്ത് പഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഗ്ലോബൽ പ്രിഫറൻസസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഗ്ലോബൽ പ്രിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ഏതൊക്കെ പ്രൊജക്റ്റിൽ നിന്ന് റെൻഡർ ചെയ്താലും എങ്ങോട്ടാണ് ബൈ ഡിഫോൾട്ട് പോകേണ്ടതെന്നുള്ളതാണ് നമുക്കവിടെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു പാത്ത് സെലക്ട് ചെയ്ത് റെൻഡർ ചെയ്യുന്ന എല്ലാ ഫയൽസും ആ പാത്തിലേക്ക് പോയാൽ മതി എന്നാണെങ്കിൽ നമുക്കിവിടെ ബ്രൗസ് ചെയ്ത് കൊടുക്കാം. ഒരു റെൻഡർ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ബ്രൗസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഓക്കെ അടിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ല, കാര്യം ഓരോ സെഷനും അതായത് സെഷൻ്റെ അകത്ത് തന്നെ റെൻഡർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. പിന്നെ ഓപ്പൺ റെൻഡർ പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ റെൻഡർ ചെയ്യാൻ കൊടുത്തേക്കുന്നത് ഈ പ്രോജക്റ്റിൻ്റെ ഫോൾഡറിൽ തന്നെയാണ്. അതിൻ്റെ പ്രോംപ്റ്റ് ആയിരുന്നു മുമ്പേ നമ്മളടുത്ത് ചോദിച്ചത്. ഞാൻ ഇവിടെ 3 empty ട്രാക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ട്രാക്സ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഇപ്പോൾ ഒത്തിരി ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടി ട്രാക്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറച്ച് ട്രാക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇത്രയും ട്രാക്സ് വരുമ്പം നമുക്ക് വലിയ കുഴപ്പമില്ല. എന്നാലും കുറച്ചുകൂടി ട്രാക്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പാടായിരിക്കും. അതായത് ട്രാക്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഇപ്പം ഓർഡർ ഒന്നും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വോക്സ് കഴിഞ്ഞിട്ട് സ്നെയർ, ക്ലാപ്സ്, ഗിറ്റാർ, GTR, ബേസ്, കിക്ക് ഇങ്ങനെ ഓർഡർ അല്ലാതെയാണ് വന്നേക്കുന്നത്, ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒത്തിരി ട്രാക്സ് ഉള്ളപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റൻഷൻസിൻ്റെ അകത്ത് ഫൈൻഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ഇപ്പോൾ ഈ ഫൈൻഡ് എന്ന് പറഞ്ഞ ഫീച്ചർ ട്രാക്ക് നെയിംസ് ആണ് ആദ്യം കിടക്കുന്നത്. ഫൈൻഡ് ഇൻ ട്രാക്ക് നെയിംസ്. അപ്പോൾ ഈ ട്രാക്ക് നെയിംസിൽ എനിക്കിപ്പോൾ പെട്ടെന്ന് ഗിറ്റാർ എന്ന് പറഞ്ഞ ട്രാക്ക്, ഗിറ്റാറിന് പേരുള്ള എല്ലാ ട്രാക്കും, അതായത് ഒരു ലോങ് നെയിം ആണെങ്കിൽ പോലും അതിൽ ഗിറ്റാറിന് ഒരു കീവേഡ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് സെലക്ട് ആക്കി കാണിച്ചു തരും. ഇതുപോലെ സെലക്ട് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ അതൊരു നല്ല ഫീച്ചറാണ്. ഒരുപാട് ട്രാക്കൊക്കെ ഉള്ളപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ ഐറ്റം നെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അത് നമുക്ക് കൊടുത്തിട്ട് നോക്കാം. ഞാൻ ഗിറ്റാർ എന്നുള്ള ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇതിനെ ഞാൻ മേളിലൊരു ട്രാക്കിൽ കൊണ്ടിട്ടാണ്, താഴത്തെ ഒരു ട്രാക്ക് കൊണ്ടിട്ടാണ് ബേസ് എന്നുള്ളതിനകത്ത്. പിന്നീട് ഞാനൊരു ഈവൻ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഗിറ്റാർ എന്നുള്ളത് തന്നെ ഐറ്റം നെയിംസ് വെച്ചിട്ട് സെർച്ച് ചെയ്യണം. അപ്പം ഈ എല്ലാ ട്രാക്സിലും ഗിറ്റാറിന് പേരുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ അതിനെ അവർ സെലക്ട് ചെയ്ത് കാണിക്കും. ഫൈൻഡ് ഓൾ കൊടുക്കുകയാണ്. ഇതാ ഗിറ്റാറിന് പേരുള്ള പല ട്രാക്കിൽ നിന്ന് ഗിറ്റാറിന് പേരുള്ള ഇവന്റ്സിനെ ഇവിടെ സെലക്ട് ചെയ്ത് അവർ കാണിച്ചു തരും. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇവൻറ്റിലും പോയി നോക്കാൻ പറ്റും. സെലക്ഷൻ ഓരോ ഇവൻറ്റിൽ കൂടെ അവർ സൈക്കിൾ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് ഫൈൻഡ് ഇൻ മീഡിയ ഫയൽ നെയിംസ്, മീഡിയ ഫയൽ നെയിം ഓൾ ടേക്സ്. ഇപ്പോൾ ടേക്സിൻ്റെ അകത്തൊക്കെയാണ് ഫയൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പിന്നെ ട്രാക്സ് നോട്ട്സിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ട്രാക്ക് നോട്ട്സിൽ എന്തെങ്കിലും ഗിറ്റാറിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും അവർ കാണിക്കുന്നതായിരിക്കും. അതുപോലെ മാർക്കർ റീജിയൻ നെയിം, നമുക്കിവിടെ മാർക്കർ ആണെങ്കിലും റീജിയൻ നെയിം ആണെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു മാർക്കർ പ്ലേസ് ചെയ്തു. 1, ഇവിടെ 2 വരും, ഇവിടെ 3 വരും. ഞാനിവിടെ 1 എന്നൊരു പേര് കൊടുത്തു. എന്നിട്ട് ഫൈൻഡ് കൊടുക്കുന്നു. ഇതാ 1ൽ തന്നെ പ്ലേ ഹെഡ് കൊണ്ട് അവർ പ്ലേസ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സെഷൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും ഇതുപോലെ ഫൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഫീച്ചറാണ്. അതും ടൈം സേവ് ചെയ്യുന്നൊരു നല്ല ഫീച്ചറാണ്. ഈ ഒരു എക്സ്റ്റൻഷൻസിൽ ഇനിയും ഫീച്ചേഴ്സ് പറയാനുണ്ട് ഇഷ്ടം പോലെ. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.